അത്യാവശ്യം സക്സസ് ആയിട്ട് ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിലിമാണ് സൂക്ഷ്മദർശിനി. നസ്രിയ നാസിമും ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഈ ഒരു ഫിലിം 19/12/2024 രാത്രി 12 മണിക്ക് ശേഷം HD ക്ലാരിറ്റിയിൽ വരുന്ന ഫുൾ മൂവി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു മൂവി അപ്ലോഡ് ചെയ്ത് 4 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ 25,000-ഓളം പേരാണ് ഈ ഒരു മൂവി കണ്ടിരിക്കുന്നത്. മൂവീസ് ഹബ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു ഫുൾ മൂവി അപ്ലോഡ് ചെയ്തത്. വെളുപ്പിന് ഒരു 4:30 മണിക്കാണ് ഈ ഒരു മൂവി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് നോക്കിയാൽ കാണാം. പിന്നെയുള്ള ഓരോ മണിക്കൂറിലും വ്യൂസിൻ്റെ എണ്ണം ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നത്. വെളുപ്പം രാവിലെ 4 മണിക്കും 5 മണിക്കും ഇടയിൽ പോലും ഇത്രയും അധികം വ്യൂസാണ് ഈ ഒരു ഫിലിമിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തിയേറ്ററിൽ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫുൾ മൂവി അതേപോലെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഒരു വലിയ സൈബർ കുറ്റം തന്നെയാണ്. തികച്ചും ഇവിടെ ഒരു മോഷണം തന്നെയാണ് നടക്കുന്നത് എന്ന് വേണം പറയാൻ. ഒരാൾ പൈസ മുടക്കി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫിലിം എന്ന് പറയുന്നത്. ആ ഒരു ഫിലിമിനെ അടിച്ചു മാറ്റി വിൽക്കുന്നത് പോലെയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കണക്കാക്കേണ്ടത്. 6-7 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഏകദേശം 1 ലക്ഷത്തോളം പേർ ഈ ഒരു മൂവി യൂട്യൂബിൽ കൂടി കണ്ടു കഴിഞ്ഞു. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പുതിയ ഫിലിമുകൾ ഇതേപോലെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നവർ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? അവർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കൂർ പോലും ഈ ഒരു ഫിലിം യൂട്യൂബിൽ നിലനിൽക്കാൻ പോകുന്നില്ല. ആ ഒരു ഫിലിം മാത്രമല്ല, പിന്നെ ആ ഒരു അപ്ലോഡ് ചെയ്ത ചാനൽ പോലും നിലനിൽക്കുമോ എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമാണ്. ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, സമയം രാവിലെ 7 മണി. 7 മണിക്കൂറായി ഈ ഒരു ഫുൾ മൂവി അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ട് 82,000-ഓളം പേർ ഇതുവരെ ഈ മൂവി കണ്ടു. എന്തുമാത്രം ആൾക്കാരായിരിക്കും ഇതിനിടയിൽ ഈ ഒരു മൂവി സേവ് ചെയ്തിട്ടുണ്ടാവുക? വരും ദിവസങ്ങളിൽ തിയേറ്ററിൽ പോയി കാണാനിരുന്ന എത്രയോ ആൾക്കാരായിരിക്കും യൂട്യൂബ് വഴി ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടാവുക. ഇങ്ങനെ ഒരു സംഭവം നടന്നതിലൂടെ ഇതിന്റെ നിർമ്മാതാക്കൾക്ക് എത്ര ലക്ഷം രൂപയുടെ നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക. ഇങ്ങനെ തിയേറ്റർ റണ്ണിംഗ് ഫിലിംസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വെറും 10 മണിക്കൂർ പോലും നിങ്ങളുടെ ചാനലിൽ ഇങ്ങനെ ഒരു മൂവി നിൽക്കില്ല. ചാനൽ പോലും പിന്നെ ഉണ്ടായെന്ന് വരില്ല. അതിലും വലിയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിന്റെ നിർമ്മാതാക്കൾ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു തുക തന്നെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ വീടും പറമ്പും വിറ്റാൽ പോലും നിങ്ങൾക്ക് ആ തുക കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ സിനിമ നിർമ്മിക്കാൻ എത്ര രൂപയാണോ ചിലവായത്, ചിലപ്പോൾ അത്രയും തുക തന്നെ നഷ്ടപരിഹാരമായിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു എന്ന് വരാം. ഇപ്പോൾ സ്ക്രീൻഷോട്ടിൽ സമയം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, രാവിലെ 8:55 ആയിട്ടുണ്ട്. ആ ഒരു ഫിലിം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വെറും 9 മണിക്കൂർ മാത്രമാണ് ഈ ഒരു ഫിലിം യൂട്യൂബിൽ നിന്നത്. ആ ഒരു സമയം കൊണ്ട് തന്നെ 1 ലക്ഷത്തിലധികം ആൾക്കാർ ഈ ഒരു മൂവി കാണുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തിയേറ്റർ റണ്ണിംഗ് ആയിട്ട് വരുന്ന മൂവീസിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം. നിങ്ങൾ ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള വീഡിയോസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ പ്രചോദനമാകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഔട്ട്.